മലയാളി പൊളിയല്ലേ. ലോകത്തിൻ്റെ ഏത് മൂലയിലാണെങ്കിലും നമ്മുടെ തനതായ ആചാരങ്ങളും കലാരൂപങ്ങളും ചേർത്ത് പിടിക്കാതെ ഒരാഘോഷം മലയാളിക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല. അതിപ്പോൾ റോഡിലൂടെ ചെണ്ടയും കൂട്ടി മാവിലേക്കൊണ്ട് നടക്കുന്നത് മുതൽ പെരുന്നാൾ പ്രദക്ഷിണമായിക്കോട്ടെ, അല്ലെങ്കിൽ പൊങ്കാലയ്ക്ക് അടുപ്പ് കൂട്ടുന്നത് തുടങ്ങി റംസാൻ, ഓണം, ക്രിസ്മസ് ആഘോഷം ഏതുമാകട്ടെ, നമ്മൾ നല്ല അടിപൊളിയായിട്ട് സാരിയും മുണ്ടുമൊക്കെ എടുത്ത് റോഡിലൂടെ നാടൻ ഷോ കാണിക്കുന്നതും അല്ലെങ്കിൽ മുറുക്കി തുപ്പുന്നതും ഒക്കെ നമ്മൾ മലയാളികൾ നല്ല അഭിമാനത്തോടെ റീലാക്കി പോസ്റ്റ് ചെയ്യും. നല്ല റീച്ചും കിട്ടും. നല്ല കാര്യം. പക്ഷേ ചോദ്യം അതല്ല. നമ്മളിൽ എത്ര പേർ ഇവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റിയുമായിട്ട് മിങ്കിൾ ചെയ്യാറുണ്ട്? ജോലിസ്ഥലത്ത് കൂടെ വർക്ക് ചെയ്യുന്ന ഇംഗ്ലീഷുകാരുമായിട്ട് സംസാരിക്കാറുണ്ട്. ബ്രേക്കിനെ ചെല്ലുമ്പോൾ അവരുടെ പട്ടിയെയും പൂച്ചയെക്കുറിച്ച്, അവരുടെ ഗേൾഫ്രണ്ടിനെ ബോയ്ഫ്രണ്ടിനെ കുറിച്ചൊക്കെ നമ്മളിൽ എത്ര പേര് ചോദിക്കാറുണ്ട്? നമ്മൾ നിരവധി ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. നമ്മളിൽ എത്ര പേര് കൂടെ വർക്ക് ചെയ്യുന്ന ഇംഗ്ലീഷുകാരെ, കൂടെ അയൽക്കാരായ ഇംഗ്ലീഷുകാരെ നമ്മൾ ക്ഷണിക്കാറുണ്ട്. പബ്ബുകളിൽ പോയി അവരോടൊപ്പം നമ്മൾ കമ്പനി ചേരാറുണ്ട്, ഇന്ന് വർത്താനം പറയാറുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കറമ്പരയും പീലികളൊക്കെ കാണുമ്പോൾ നമുക്ക് പുച്ഛം. എന്നിട്ട് നമ്മൾ ബ്രേക്കിനും ഒക്കെ നമ്മുടെ മലയാളികളുമായി മാത്രം ചേർന്ന് അവരോട് മാത്രം വർത്താനം പറഞ്ഞ് നമ്മുടെ ലോകത്ത് ഒതുങ്ങിക്കൂടുന്നു. അതാണ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. സത്യമല്ലേ? ഇതിനെല്ലാം പുറമെ ഇവിടെ ഇപ്പോൾ നിരവധി മലയാളി അസോസിയേഷനുകളുണ്ട്. ഈ അസോസിയേഷനുകളുടെ വക നിരവധി പരിപാടികൾ, ഓണം ആയിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, ഈസ്റ്റർ ആയിക്കോട്ടെ, നിരവധി പരിപാടികൾ എല്ലാ വർഷവും നടക്കുന്നുമുണ്ട്. എത്ര അസോസിയേഷനുകൾ ആ ലോക്കൽ കമ്മ്യൂണിറ്റിയെ ഏറ്റവും ചുരുങ്ങിയത് ആ ഹോൾ മാനേജ്മെൻറ്റിനെങ്കിലും പരിപാടിക്ക് ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത്, ഒരിക്കലും ഒരു ഹോൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ഹോൾ കിട്ടാത്തൊരവസ്ഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മിക്ക സ്ഥലങ്ങളിലും. അഥവാ ടൂർ പോയാൽ എവിടെയെങ്കിലും ടൂർ പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ മലയാളി കമ്മ്യൂണിറ്റിക്ക് വീണ്ടും ആ ടൂർ പോയ സ്ഥലം കൊടുക്കാതിരിക്കുന്ന രീതിയിലേക്ക് ആ ഒരു സാഹചര്യം മാറുന്ന ഒരു കാഴ്ചകളാണ് ഇപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് വയ്ക്കുക. നമ്മുടെ നാട്ടിൽ ബംഗാളികൾ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ വീട്ടിലും ബംഗാളികൾ പണിക്കും വരുന്നുണ്ട്, കൃത്യമായ പൈസ കൊടുത്ത് പോകുന്നുണ്ട്. അവരില്ലാതെ നമുക്ക് പറ്റുകയില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ അത് റോഡിലൊക്കെ കിടന്ന് അഭ്യാസങ്ങൾ കാണിക്കുന്നു, അവരുടെ ആഘോഷങ്ങൾ വലിയ രീതിയിൽ നടത്തുന്നു, നമ്മളെ ആരെയും വിളിക്കുന്നില്ല. എന്തായാലും നമ്മൾ തോന്നുന്നു. അതേസമയം അവർ വലിയ പരിപാടി നടത്തുന്നു, നമ്മളെയും വിളിക്കുന്നു, ക്ഷണിക്കുന്നു, രണ്ടെണ്ണം തരുന്നു, ഫുഡ് കഴിച്ച് പോരുന്നു. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? രണ്ടായിരിക്കില്ലേ? ഞാനീ പറഞ്ഞു വരുന്നത്, നമ്മളിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടി UK-ലെമ്പാടും ഒരു മിനി കേരളം സൃഷ്ടിക്കാനുള്ള തത്രപ്പാടിൽ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. തദ്ദേശീയർ, ഇവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മളെ കണ്ടിരുന്ന നല്ല രീതിയിൽ കാണുന്ന ഒരു രീതിയുണ്ട്. അതൊക്കെ മാറി വരുന്നുണ്ട്. അതായത് കുറച്ചുകൂടെ ലളിതമായി പറഞ്ഞാൽ, ഇവിടുത്തെ ഒരു സംസ്കാരം മനസ്സിലാക്കി അതിനോട് ചേർന്ന് അതിനെ ബഹുമാനിച്ച് കൂടെ കൊണ്ടുപോകുന്ന ഒരു സമീപനം. അത് എപ്പോഴും അങ്ങനെ സമീപനം നമ്മൾ എടുക്കുകയാണെങ്കിൽ മുന്നോട്ട് വളരെയധികം പ്രയോജനം ചെയ്യും. പ്രത്യേകിച്ചും അഭയാർത്ഥികളോടുള്ള ഇവരുടെ ഒരു സമീപനം മാറി വരുന്ന ഈ സാഹചര്യത്തിൽ. കാരണം ഇവരുടെ മുന്നിലെ അഭയാർത്ഥികളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കഴിഞ്ഞ ദിവസമാണ് ഒരു അറബ് സൗദി വംശജനായ ഒരു യുവാവ് ഒരു 3 മാസത്തേക്ക് ഇവിടെ പഠിക്കാൻ വേണ്ടി വന്നതാണ്. വന്ന യുവാവ് ഇഷ്ടംപോലെ പൈസയുള്ള ആളാണ്. അഭയാർത്ഥി വിസയ്ക്ക് അപ്ലൈ ചെയ്ത ആളോ അല്ലെങ്കിൽ അഭയാർത്ഥി ഒന്നുമല്ല. പുള്ളി മാന്യമായി വന്ന് തിരിച്ചു പോകാൻ വേണ്ടി വന്ന ഒരാളാണ്. അദ്ദേഹമാണ് കുത്തേറ്റ് ഇവിടെ മരിച്ചത്, ആ ഒരു പയ്യൻ. ഈ അടുത്ത കാലത്ത് UK-യുടെ പല ഭാഗത്തും വംശീയമായിട്ടുള്ള പല ആക്രമണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് മാത്രമല്ല, ഏറ്റവും പുതിയ വന്ന സർവേയിൽ പങ്കെടുത്തതിൽ 45% പേരാണ് പുതിയ കുടിയേറ്റക്കാരെത്താത്ത ബ്രിട്ടൻ സ്വപ്നം കാണുന്നത്. അടുത്ത കാലത്തെ കുടിയേറിയവർ തിരികെ പോകണമെന്നും അവർ പറയുന്നു. അയർലൻഡിലും വംശീയ ആക്രമണം വർദ്ധിക്കുന്നതായിട്ട് പരാതി വരുന്നുണ്ട്. ഇതുവരെ മുതിർന്നവർക്ക് നേരെയായിരുന്നു ആക്രമണമെങ്കിൽ ഇപ്പോൾ അത് കുട്ടികൾക്ക് നേരെയുമായി. വീടിന് പുറത്ത് കളിക്കാൻ പോയ ഒരു 6 വയസ്സുകാരിയെ അവിടുത്തെ ചെറുപ്പക്കാർ, കൊച്ചു പിള്ളേർ, വിത്തുകെട്ട ഇന്ത്യക്കാർ ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോവുക എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുകയും അങ്ങനെ അധിക്ഷേപിക്കുകയും ചെയ്തെന്ന് റിപ്പോർട്ട് വരുന്നുണ്ട്. ഇന്ത്യക്കാർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഡബ്ലിനിൽ ഇന്ത്യൻ എംബസിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുൻകരുതൽ സ്വീകരിക്കണമെന്നും ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ യാത്ര ഒഴിവാക്കണമെന്നൊക്കെ എംബസി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ആവശ്യമില്ലാതെ ഷോ കാണിച്ച് വെറുതെ ഇംഗ്ലീഷുകാരെയും കൂടെ ഉള്ളവരെയും ചൊറിയാൻ നിൽക്കാതെ, എന്ന് വെച്ചാൽ പേടിച്ച് അകത്തിരിക്കണമെന്നല്ല, അവരെയും ചേർത്ത് പിടിച്ച് അവരെയും കൂടെ ഉൾപ്പെടുത്തി അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ ശ്രമിക്കുക. കാരണം അവർക്കും അറിയില്ല നമ്മുടെ രീതി എന്താണ്, നമ്മുടെ സാഹചര്യം എന്താണെന്ന് ഇവർ വഴിയോടെ ചോദിച്ചു നടക്കുന്ന രീതിയല്ല. അപ്പം നമ്മൾ ഒരുപക്ഷെ അവരുടെ മനസ്സിൽ നമ്മൾ അഭയാർത്ഥിയാണോ അങ്ങനെയൊന്നും അവർക്കറിയത്തില്ല. അപ്പോൾ അവരെ കൂടെ നിർത്തി അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി നിൽക്കേണ്ട ഒരു ആവശ്യകത നല്ലതായിരിക്കും. അങ്ങനെ ചെയ്യുന്ന എപ്പോഴും നമുക്ക് പ്രയോജനമായിരിക്കും. ഓർക്കുക, അളമുട്ടയിൽ ചോരയും കടിക്കും. ആ ഒരു അവസ്ഥയിലാണ് ഇവിടുത്തെ ഒരു ഇംഗ്ലീഷുകാരെന്ന് പറയുന്നത്. വെറുതെ ഇതിന് അവസാനം റേസിസം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരുടെ നിവൃത്തികേടാണ്, അവരുടെ രാജ്യമാണിത്, നമ്മൾ വന്നവരാണ്. ആ ഒരു കാര്യം നമ്മൾ മറക്കാതിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഓണമായിക്കോട്ടെ, നിരവധി ആഘോഷങ്ങൾക്ക് വരികയാണ്. ഈ ആഘോഷങ്ങൾക്ക് വരുമ്പോഴത്തേക്കും വെറുതെ ആവശ്യമില്ലാതെ ഷോ കാണിക്കാൻ നിൽക്കാതെ, അവരുടെ മുന്നിൽ വെറുതെ ചൊറിയാൻ നിൽക്കാതെ അവരെയും ചേർത്ത് പിടിച്ച്, ഓണത്തിനായാലും ക്രിസ്മസിനാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ബർത്ത്ഡേ പരിപാടി ആയിക്കോട്ടെ, തൊട്ടടുത്തുള്ള നെയ്ബർ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന 2 ഇംഗ്ലീഷ് അവരൊക്കെ ചേർത്ത് വിളിക്കുക, ഉച്ച ഫുഡ് കൊടുക്കുക. അല്ലെങ്കിൽ അവരൊക്കെ വന്നാൽ പാർട്ടിക്ക് വന്നാൽ അവരോടും വർത്താനം പറയാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ മലയാളികൾ മാത്രം മാറി എന്ന് വർത്താനം പറയാതെ, അവരെ ഒഴിവാക്കാതെ അവരെ ചേർത്ത് പിടിച്ച് അവരുടെ കൂടെ നിന്ന് അടുത്ത ഇടപെടി പെരുമാറാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ മുന്നോട്ട് നല്ലൊരു കുഴപ്പമില്ലാതെ നമുക്ക് പോകാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒന്ന് കമൻ്റായിട്ട് പറയണേ. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.